സയനിസ്റ്റുകളെ നേരിടാൻ എല്ലാവരും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഇന്ന് ഖത്തർ അനുഭവിച്ച് നാളെ മറ്റുള്ള അറബ് രാജ്യങ്ങളെയും കാത്തിരിക്കുന്ന വിധിയാണെന്ന് ഹൂത്തികൾ അറബ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. സത്യസന്ധമായ കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ കുറെ സംഖ്യകൾ ഈ വീഡിയോയുടെ താഴെ വന്ന് പറയാം, അയ്യോ സുനിത ഇതാ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. എന്നാൽ നിങ്ങളൊന്ന് കേട്ടു നോക്ക്, കാനഡ എന്താണ് പറഞ്ഞതെന്നോടി. കാനഡ ഹമാസ് ഒന്നും അല്ലല്ലോ. സത്യത്തിൽ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത് പോലെയാണ് സംഗതി. മിനിയാന്ന് പാലസ്തീൻ, ഇന്നലെ ഇറാൻ ആയിരുന്നു, ഇന്ന് ഖത്തർ, നാളെ അത് സൗദി ആയിരിക്കും, UAE ആയിരിക്കാം, ബഹ്റിൻ ആയിരിക്കാം. അമേരിക്കയ്ക്ക് ഒപ്പം നിന്നിട്ടൊന്നും കാര്യമില്ല. അടിക്കണമെന്ന് തോന്നി അമേരിക്ക ഇസ്രായേൽ അടിച്ചിട്ടിരിക്കും. ഇക്കാര്യം നമുക്ക് അനുഭവങ്ങളിൽ നിന്നറിയാം. എന്നാൽ അറബ് രാജ്യങ്ങൾക്ക് ഇക്കാര്യം അറിയാമായിരിക്കുമോ എന്നാണ് ആലോചിക്കുന്നത്. ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ എല്ലാ അറബ് രാജ്യങ്ങളും ലോകരാജ്യങ്ങളും അപലപിച്ചു. പക്ഷെ ഞങ്ങളുടെ കാനഡ മോനെ അതായിരുന്നു ഒരു അന്തസ്സുള്ള പ്രതിഷേധവും അപലപിക്കലും എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി മാർക്ക് കാർണി ആക്രമണത്തെ തള്ളിപ്പറഞ്ഞ് ഖത്തറിനൊപ്പം നിന്നു. എന്നാൽ ഞങ്ങളുടെ ഫോറിൻ മിനിസ്റ്റർ ഉണ്ടല്ലോ അനിത ആനന്ദ് പറഞ്ഞത്, ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ച ഈ പശ്ചാത്തലത്തിൽ ഇസ്രായേലുമായുള്ള ബന്ധമൊക്കെ ഞങ്ങളൊന്ന് വിലയിരുത്തുമെന്നാണ്. അത് അടിപൊളി. ആഹാ, ഇതാണ് അന്തസ് എന്ന് പറയുന്നത്, ഇതാണ് നട്ടലെന്ന് പറയുന്നത്. ഏതെങ്കിലും അറബ് രാജ്യം ഇത്തരത്തിലുള്ള അന്തസ്സുള്ള കരുത്തുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടില്ല കേട്ടോ. ഇനിയിപ്പോ എന്റെ കാഴ്ചയുടെ പ്രശ്നമാണെന്നല്ല, കണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണേ. എല്ലാവരും പറഞ്ഞു ഖത്തറിന് പിന്തുണ, ഞങ്ങൾ ഈ ആക്രമണത്തെ അപലപിക്കുന്നു എന്നൊക്കെ അല്ലെ. അല്ലാതെ അവർക്ക് അതിന് കഴിയില്ല. മിക്ക അറബ് രാജ്യങ്ങളും അമേരിക്കയുടെ അടിമകളാണ്, അമേരിക്കയുടെ ബിസിനസ് പങ്കാളികളാണ്. സൗദി പോലെയുള്ളവർ കാലുനക്കികളുമാണ്. ട്രൂഡോ മാറിയെങ്കിലും ലിബറൽ പാർട്ടിയുടെ നയത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് കാനഡയുടെ സ്റ്റേറ്റ്മെന്റോടെ മനസ്സിലായേ. എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കൊപ്പം ഫാസിസത്തിനെതിരെ ഹമാസ് നേതാക്കളെ ഒന്നിച്ച് ഖത്തറിന്റെ മണ്ണിൽ വെച്ച് കൂട്ടക്കൊല ചെയ്യാനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തന്ത്രമായിരുന്നു ഖത്തറിൽ ഹമാസിന് അനുരഞ്ജന ചർച്ചകൾക്ക് അവസരമൊരുക്കിയത് എന്നാണ് ഇനി അറിയാനുള്ളത്. ഇതിൽ ഗൂഢാലോചനയുണ്ടോ? ഈ ഗൂഢാലോചനയിൽ ഖത്തറിന് പങ്കുണ്ടായിരുന്നോ എന്നറിയണം. ഹമാസിന്റെ ആളുകൾ എങ്ങനെയാണ് ഖത്തറിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നത്? എന്തുകൊണ്ട് ഖത്തറിനെ ഹമാസ് വിശ്വസിച്ചു? അമേരിക്കയാണ് ഖത്തറിലെ ഹമാസിന്റെ ആളുകളെ താമസിപ്പിക്കാൻ തീരുമാനിച്ചത്, ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചത്. ദ ഹിന്ദുവിന്റെ ഇന്റർനാഷണൽ അഫയേഴ്സ് എഡിറ്റർ സ്റ്റാൻലി ജോണി പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. അല്ല, അമേരിക്കയുടെ കൂടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഖത്തറിന്റെ ഹമാസ് ലീഡേഴ്സ് ഖാലിദ് മഷാൽ, ഇസ്മായിൽ ഹനിയൻ ഇസ്രായേൽ കൊല്ലപ്പെടുത്തി, ഖാലിദ് മഷാൽ ഇപ്പോഴുണ്ട്. ഇവരെല്ലാം ഖത്തറിലേക്ക് മാറുന്നത് അമേരിക്കയുടെ കൂടെ പിന്തുണയോട് കൂടിയിട്ടാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ സെഡ് ആൻഡ് ഡൺ, ഹമാസ് ഒരു പൊളിറ്റിക്കൽ ഫോഴ്സാണ്, അവർ മിലിറ്റൻസിയാണ്, അവരൊരു പൊളിറ്റിക്കൽ ഫോഴ്സും കൂടിയാണ്. അത് അമേരിക്കയ്ക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഇസ്രായേലും ഹമാസും തമ്മിലൊക്കെ നെഗോഷിയേഷൻ നടക്കേണ്ടതുണ്ട്. ഹമാസിനെ ഞങ്ങൾ ഉന്മൂലനം ചെയ്യും, ഒബ്ലിറ്ററേറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ പറയാൻ കൊള്ളാം, പക്ഷെ അത് ആക്ച്വലി നടക്കുന്നില്ല. അമേരിക്ക താലിബാനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് എന്താണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. താലിബാനുമായിട്ടുള്ള സമാധാന കരാർ ഒപ്പുവെക്കാൻ അമേരിക്കയ്ക്ക് ഖത്താറിന് വേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് ഖത്താറിൽ ഒരു പൊളിറ്റിക്കൽ ഓഫീസ് താലിബാൻ തുടങ്ങി. അത് ഒബാമ അഡ്മിനിസ്ട്രേഷന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് തുടങ്ങിയത്. അതേപോലെ തന്നെയാണ് ഖത്തറിൽ ഹമാസിനെ ഹോസ്റ്റ് ചെയ്യാൻ പറയുന്നത്. കാരണം ഖത്തറിലെ ഹമാസിനെ ഹോസ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഹമാസ് മുൻപ് ഡമാസ്കസിലായിരുന്നു, സിറിയയിലായിരുന്നു. സിറിയയിൽ സിവിൽ വാർ ഉണ്ടായി, അവിടെ തുടരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അമേരിക്കയുടെ കൂടി അനുമതിയോടുകൂടി ഒബാമ അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് ഹമാസ് നേതാക്കൾ ഖത്തറിലേക്ക് മാറുന്നത്. കാരണം ഹമാസ് നേതാക്കൾ അവിടെ ഉണ്ടാവേണ്ടത് ഈ ഒരു നെഗോഷിയേഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ അത്യന്താപേക്ഷിതമാണ്. ഇപ്പൊ ഖത്താർ ഹമാസിനെ ഹോസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഹമാസ് എവിടേക്ക് പോകും? ഹമാസ് ഇറാനിലേക്ക് പോകും. അപ്പൊ നിലവിൽ അമേരിക്കയ്ക്ക് ഹമാസിനോടുള്ള, അല്ലെങ്കിൽ ഇസ്രായേലിന് ഹമാസിനടുത്തുള്ള ആക്സസ് പോലും അത് മുഴുവൻ ഇല്ലാതായി മാറും. അതൊരു ഡിപ്ലോമാറ്റിക് സൊല്യൂഷന് ചേരുന്നതല്ല. ആൻഡ് ഇറാൻ വിൽ ബി ഹാപ്പി ടു ഹോസ്റ്റ് ദം. ഹമാസ് ക്യാൻ ഓൾവേസ് ഗോ ടു ഇറാൻ. പക്ഷേ അതിന്റെ അർത്ഥം ഹമാസ് വിൽ ബി കട്ട് ഓഫ് ഫ്രം ദ ആക്സസ്. അപ്പോ ഹമാസുമായി ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാവുക, ഒരു ചാനൽ ഉണ്ടാവുക എന്നുള്ളത് അമേരിക്കയുടെ കൂടെ താല്പര്യമാണ്, ഇസ്രായേലിന്റെ കൂടെ താല്പര്യമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇസ്രായേലും അമേരിക്കയും ശ്രമിച്ചത് ഹമാസിനെ വകവരുത്താനാണ്. സമാധാന ചർച്ചയ്ക്ക് വരുന്നവരെ കൊല്ലുന്നവരെ എങ്ങനെയാണ് മറ്റുള്ള അറബ് രാജ്യങ്ങൾ വിശ്വസിക്കുക? അതാണ് ഹൂത്തികൾ ചോദിച്ചത്. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉറപ്പായും ഉണ്ടാകും. ഉള്ള കാര്യം ആര് പറഞ്ഞാലും നമ്മൾ മുഖവിലേക്ക് എടുക്കണം. അത് ഹൂത്തികൾ പറഞ്ഞെന്ന് കരുതി നമ്മൾ അവഗണിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ അവഗണിച്ചാൽ അനുഭവിക്കാൻ പോകുന്നത് അറബ് രാജ്യങ്ങൾ തന്നെയായിരിക്കും, അവിടെയുള്ള മലയാളികളും. 6 മുതിർന്ന ഹമാസ് നേതാക്കളാണ് ഖത്തറിലുണ്ടായിരുന്നത്. ഖലീൽ അൽ ഹയ്യ, രാഷ്ട്രീയകാര്യ ചെയർമാൻ, ഖാലിദ് മിഷ്കൽ, മുതിർന്ന നേതാവ്, സഫർ ജബ്രിൻ, ധനകാര്യ മേധാവി, മുഹമ്മദ് ദാർവിഷ്, ഷൂറ ചെയർമാൻ, ഹുസാം ബർദാൻ, മുൻ ഖസാം ബ്രിഗേഡ് കമാൻഡർ, താഹിർ അൽ നൂനു, മാധ്യമോപദേശകൻ, എല്ലാവരും പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കൾ. ഇവരെല്ലാം ഖത്തറിലുണ്ടായിരുന്നു. അപ്പൊ അടുത്ത ചോദ്യം, ഖത്തർ ഇവർക്ക് വേണ്ട സുരക്ഷ നൽകിയില്ലേ എന്നാണ്. ഇവരെ കണ്ണടച്ച് വിശ്വസിച്ച ഹമാസ് നേതാക്കളെ സംരക്ഷിക്കേണ്ടത് ഖത്തറല്ലേ? ഇറാനും അമേരിക്കയും തമ്മിൽ
ഒരു റൗണ്ട് നെഗോഷിയേഷൻ നടക്കാനിരിക്കെ 3 ദിവസം മുൻപാണ് ഇറാൻ ഇസ്രായേൽ ആക്രമിക്കുന്നത്. ജൂൺ മാസം. ജൂൺ 15 ഇറാനും അമേരിക്കയും തമ്മിൽ ടോക്ക് നടക്കാനിരിക്കെയാണ്. ജൂൺ 12 ട്രംപ് പറയുന്നത്, അതായത് നമ്മൾ നെഗോഷിയേഷൻസായി മുന്നോട്ട് പോകുമെന്ന് ട്രംപ് പറയുന്നു. ജൂൺ 13 ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു. അതായത് ഇറാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഇറാന്റെ ടോപ്പ് ജനറൽസ് എല്ലാം അവരുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അവരൊട്ടും ദേ വർ നോട്ട് ഓൺ ഗാർഡ്. ആ സമയത്താണ് ഇസ്രായേൽ അറ്റാക്ക് നടത്തുന്നത്. സോ ദേ വാണ്ടഡ് ടു കിൽ ഓൾ ദ ടോപ്പ് ജനറൽസ് ഇൻ ഇറാൻ. ഒരു സിമിലർ ഓപ്പറേഷനാണ് നമ്മൾ പ്രിലിമിനറി എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടായത്. കാരണം ഈ ഖത്താറിൽ ഹമാസ് ഒഫീഷ്യൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനു മുൻപ് നെഗോഷിയേഷൻസിന് ഈജിപ്ഷ്യൻ ഒഫീഷ്യൽസ് ഉണ്ടാവും, ചിലപ്പോൾ ഇസ്രായേലി ഇന്റലിജൻസ് ഒഫീഷ്യൽസ് ഉണ്ടാവും. ഇവരാരും ഇന്നലെ ഉണ്ടായിരുന്നിട്ടില്ല, ഹമാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഹമാസിന്റെ നേതാക്കന്മാര് ട്രംപിന്റെ പ്രപ്പോസൽ ഡിസ്കസ് ചെയ്യാൻ കൂടുന്ന സമയത്ത് എക്സാക്ട്ലി ആ സമയത്താണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഇന്റലിജൻസ് ഷെയറിംഗ് നടന്നിട്ടുണ്ട്. അതായത് ഇസ്രായേലിന് അറിയാം ഇപ്പോൾ ഹമാസ് നേതാക്കളാണ് അവിടെ ഉള്ളത്, ഇന്ന ബിൽഡിങ്ങിലാണ് അവരുള്ളത്, അവർ കൂടിച്ചേർന്നിരിക്കുന്നത് ട്രംപിന്റെ പ്രപ്പോസൽ ഡിസ്കസ് ചെയ്യാനാണ്. സോ ഇഫ് വി ഹിറ്റ് ദം നൗ വി ക്യാൻ ടേക്ക് ദം ഔട്ട് എന്നാണ് ഇസ്രായേലിന്റെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഇന്റലിജൻസ് കോഓപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ ഹമാസ് പറയുന്നത് അവരുടെ നേതാക്കൾ ടോപ്പ് ലീഡേഴ്സ് എല്ലാം സർവൈവ് ചെയ്തു എന്നാണ്. അതാണ് യാഥാർത്ഥ്യമെങ്കിൽ, എനിക്കറിയില്ല, പക്ഷെ അതാണ് യാഥാർത്ഥ്യമെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ്. കാരണം ഒരു അമേരിക്കൻ അലൈനെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു, അതിന് റിപ്പർക്കഷൻസ് ഉണ്ടായി, പക്ഷെ അവർക്ക് അവരുടെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ സാധിച്ചതുമില്ല. അപ്പോ അതാണ് ഇതില് ആരൊക്കെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. സ്റ്റാൻലി ജോണി കിഡിലൻ ജേർണലിസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകുന്നുണ്ട്. ഖത്തർ ആക്രമണം കൊണ്ട് ഫലത്തിൽ സംഭവിച്ചത് സമാധാന ചർച്ചകൾ വഴിമുട്ടി. ഇനിയും ഖത്തറിൽ ഇത്തരം ചർച്ചകൾ നടക്കുമോ? സമാധാനം ഉണ്ടാവുമോ? ഇല്ല. ഇറാനിൽ ചർച്ചകൾ നടക്കുമോ? ഇല്ല. അവിടെയും പോയി ഇസ്രായേൽ ബോംബിട്ടു. അതാണ് സത്യത്തിൽ നെതന്യാഹുവിന്റെയും അമേരിക്കയുടെയും ആഗ്രഹം. നമ്മുടെ സജി മാർക്കോസ് എഴുതിയ ഒരു കുറിപ്പ് കൂടി ഇവിടെ ഷെയർ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ആവശ്യമാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അത് പറയണം എന്നോർത്ത് വിട്ടുപോയതാണ്. സജി എഴുതുന്നത്, ടെൽ അവീവ് ജില്ലാ കോടതിയിൽ ഇന്ന് നെതന്യാഹുവിനെതിരെയുള്ള ക്രിമിനൽ കേസിന്റെ ടെസ്റ്റിമണി ആരംഭിച്ചു. പലവട്ടം നെതന്യാഹുവിന്റെ വക്കീൽ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിവെപ്പിച്ച കേസാണിത്. അത് ത്വരിതപ്പെടുത്തുകയാണെന്നും ആഴ്ചയിൽ 4 ദിവസം കേസ് കേൾക്കുമെന്നും കോടതി അറിയിച്ചു. ഖത്തറിൽ എന്നല്ല, എവിടെ വേണമെങ്കിലും അയാൾ ബോംബിടും. കാരണം ആരെയും ആക്രമിക്കും. കാരണം എന്താ? ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ, കേസ് നീട്ടിവെക്കാൻ പറ്റുന്ന വിധത്തിൽ കോടതിയെ സ്വാധീനിക്കണം. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നെതന്യാഹു ഈ കേസിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. 2 മുതൽ 10 കൊല്ലം വരെ ശിക്ഷ കിട്ടാവുന്ന കേസാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി അയാൾ ആരുടെ തലയിലും ബോംബിടും. അത്രയേ ഉള്ളൂ. ഒരു സൈക്കോപാത്ത് ഭരണം നടത്തിയാലുള്ള ഭീകരതയുടെ വർത്തമാനകാല ദുരിതങ്ങളാണ് ഇത് എന്നാണ് സജി മാർക്കോസ് എഴുതിയത്. ഇത് വളരെ ഒരു യാഥാർത്ഥ്യമാണ്. ഇയാൾ എവിടെയും ബോംബിടും. അയാൾക്ക് വേണ്ട സമാധാനമല്ല. എക്സിൽ വൈറലായി കണ്ടൊരു പോസ്റ്റ് ഉണ്ട്. സമാധാനം എന്നുള്ള പീസിന്റെ സ്പെല്ലിംഗ് PEACE എന്നാണല്ലോ. എന്നാൽ നെതന്യാഹുവിന് വേണ്ടത് രാജ്യങ്ങളുടെ കഷ്ണം, പീസ് PIECE ആണെന്നുള്ള ഒരു വൈറൽ പോസ്റ്റ്. അത് വിശ്വസിക്കേണ്ടി വരും നമ്മൾക്ക്. കാരണം സെപ്റ്റംബർ 10 ഈ കണക്കൊന്ന് നോക്കൂ. സെപ്റ്റംബർ 10 മുമ്പുള്ള 72 മണിക്കൂറിൽ ഇസ്രായേൽ ആക്രമിച്ചത് 6 രാജ്യങ്ങളെ: പലസ്തീൻ, ലബനൻ, സിറിയ, ടുണീഷ്യ, ഖത്തർ ആൻഡ് യമൻ. അപ്പോ ഇസ്രായേലിനെയും അമേരിക്കയെയും നിലക്കി നിർത്താനും മെരുക്കാനും അറബ് രാജ്യങ്ങൾക്ക് മാത്രമേ നിലവിൽ കഴിയൂ. അതിനുള്ള ചങ്കൂറ്റം അവർക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സഹജീവികളുടെ കണ്ണീരും വേദനയും പട്ടിണിയും ജീവനുമാണോ അറബ് രാജ്യങ്ങൾ വില കൊടുക്കുന്നത്? അതോ അമേരിക്കയുമായുള്ള അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്കാണോ വില എന്ന് ഈ സന്ദർഭത്തിൽ പുറത്തു വരും. അത് തുറന്നു പറയാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാകണം. അവസാനത്തെ ഗസയിലെ കുഞ്ഞു മരിച്ചു വീഴുന്നതിന് മുമ്പ് അറബ് രാജ്യങ്ങൾ വാതുറക്കണം. അല്ലാതെ ഞങ്ങൾ ഖത്തറിനെ പിന്തുണയ്ക്കുന്നേ, ആക്രമണത്തെ അപലപിക്കുന്നേ എന്ന കൂട്ട നിലവിളിയിലൊന്നും ഒരു കാര്യവുമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കണം.